കുറച്ച് പേര് എന്നോട് കറ്റാർവാഴയുടെ ചെടി ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ കാരണം ഇവിടുത്തെ ലീഫിനൊക്കെ നല്ല വണ്ണമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നടുന്നത് എന്തൊക്കെയാണെന്ന് സംശയം ചോദിച്ചു കാണിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ചെടികൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഉണ്ടോ, ഇതുപോലെ ഒരെണ്ണത്തിൽ നിന്ന് ഇത്രയും കിട്ടും കേട്ടോ. കുഞ്ഞു ചെടികൾ ഉണ്ടോ. ഇത് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് വേണം ഓരോന്നെടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് കാണിച്ചു തരണം കേട്ടോ. ഇതെല്ലാം നമ്മുടെ സാധാരണ കറ്റാർവാഴയാണ് കേട്ടോ. ഇനി റെഡ് കറ്റാർവാഴയുടെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ചെടി, അത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ മുല്ലയാണ് കേട്ടോ, മുല്ലച്ചെടിയാണ്. അപ്പോൾ ഇതിന് വളമൊക്കെ ഇടാറായി കേട്ടോ, വളവും മണ്ണൊക്കെ ഇടാറായി. പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെഡ് കറ്റാർവാഴ കാണിച്ചു തരാം കേട്ടോ, അലോവേര. അത് ഈ കിറ്റിൽ നിന്നും അതിൻ്റെ തണ്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം അതിനെ മാറ്റി നടണം, എന്നാലായിരിക്കുള്ളൂ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് കേട്ടോ, ഇതാണ് റെഡ് ഉണ്ടോ. നമ്മൾ ഇതാണ് റെഡ് കളർ ഉണ്ടോ, ഇവിടെ നിന്നൊക്കെ പൊളിച്ചെടുത്തതാണ് റെഡ് വന്നിരിക്കുന്നത്. ഇത് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിനെ വേറെ ഒരു കിറ്റിലേക്ക് മാറ്റാനുണ്ട്. ഇത് പൊട്ടിക്കുമ്പോൾ സാധാരണ പോലെ തോന്നും, കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇതുണ്ട്. ഇതിൽ നിന്നൊക്കെ പൊട്ടിച്ചതാണ് കേട്ടോ, റെഡ് കളർ കണ്ടോ. ഇതിൽ നിന്ന് വേണം തൈകൾ ഉണ്ടാവാൻ. അപ്പോൾ ഇത് ഇങ്ങനെ കിടക്കുന്ന കാരണം ചിലപ്പോൾ തൈകൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനെ മാറ്റി നടാൻ പോവാണ് കേട്ടോ. ഇതെല്ലാം മുല്ലയാണ് കേട്ടോ, മുല്ലത്തൈകളാണ്. ഇപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ വളർച്ചയൊക്കെ നിന്നു. ഇനി വീണ്ടും നമ്മൾ മണ്ണും അതുപോലെ തന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ അത് പിന്നെയും പൂക്കളുണ്ടാവുള്ളൂ. ഇപ്പോൾ പൂക്കളും മുട്ടൊക്കെ ഉണ്ടായി തുടങ്ങി ഉണ്ടാവും. ഇനി പക്ഷേ ഒന്നുകൂടി നല്ല ഹെൽത്തി ആവാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മുല്ലേനെ ചോദിച്ചിരുന്നു വീഡിയോയിൽ, കമൻറ്റിൽ കാണിച്ചു തരാമോ എന്ന്. ഇതാണ് കേട്ടോ മുല്ലച്ചെടി.